മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറി ഉൾപ്പെടെ അർജുനെ കാണാതായിട്ട് ഇന്ന് 2 മാസം പൂർത്തിയാകുന്നു എന്നുള്ളതാണ്. അർജുനായുള്ള തെരച്ചിൽ ബുധനാഴ്ചയോടെ പുനരാരംഭിച്ചേക്കും. നാളെ ചേരുന്ന നിർണായക യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് വിവരം. ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് 2 മാസം പൂർത്തിയാകുന്നു. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെ 11 പേരെയാണ് അപകടത്തിൽ കാണാതായത്. ഇതിൽ ചായക്കട നടത്തുകയായിരുന്ന ലക്ഷ്മണൻ ഉൾപ്പെടെ 8 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അർജുന് പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥ് എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇവർക്കായുള്ള തിരച്ചിൽ 2 തവണ നിർത്തിവെക്കേണ്ടി വന്നു. ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത്. നേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ സോണാർ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് വെച്ച് അർജുന്റെ വാഹനത്തിലെ മരം കെട്ടാൻ ഉപയോഗിച്ച കയർ നേരത്തെ കണ്ടെത്തിയിരുന്നു. നിലവിൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ ബുധനാഴ്ചയോടെ തിരച്ചിൽ പുനരാരംഭിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചന. ഡ്രഡ്ജർ ചൊവ്വാഴ്ച കാർവാർ തുറമുഖത്തെത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. ചൊവ്വാഴ്ച ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കാർവാറിൽ ചേരുന്ന നിർണായക യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും. ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, SP M നാരായണ, സ്ഥലം MLA സതീഷ് സെയിൻ, ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. നാവികസേനയുടെയും ഈശ്വർ മൽപ്പ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകും. നാളെ ഡ്രഡ്ജർ അടങ്ങിയ ടഗ് ബോട്ട് ഷിരൂരിലേക്ക് പുറപ്പെടാനാണ് ആലോചന. കാർവാർ തുറമുഖത്ത് നിന്ന് ഷിരൂർ എത്താൻ 10 മണിക്കൂർ സമയമെടുക്കും. വേലിയിറക്ക സമയത്താകും ടഗ് ബോട്ടിനെ ഗംഗാവലിയുടെ 2 പാലങ്ങളും കടത്തിവിടുക. വേലിയേറ്റ സമയത്ത് തിരയുടെ ഉയരവും ജലനിരപ്പും കൂടുതലാകും. ക്രെയിൻ അടക്കമുള്ള ഡ്രഡ്ജർ പാലത്തിന് അടിയിലൂടെ കയറ്റാൻ ആ സമയത്ത് ബുദ്ധിമുട്ടുള്ളതിനാലാണ് വേലിയിറക്ക സമയത്തെ ആശ്രയിക്കുന്നത്. നിലവിൽ ഈ ആഴ്ച ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പും അനുകൂലമാണ്. ന്യൂസ് 18 ഷിരൂർ.